ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മാൾക്ക് പോവുക കേട്ടോ. അത് അത്യാവശ്യം വലിയൊരു മാളാണ്. ഞങ്ങളെപ്പോഴും പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നല്ലോണം ലേറ്റ് ആയിക്കണ് പോകുമ്പോൾ. കാക്കു ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വന്ന ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങണത്. പ്രത്യേകിച്ച് ഷോപ്പ് ചെയ്യാനൊന്നുമില്ല, കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്യുക. ഇത് റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ പിന്നെ കാക്കു വന്നപ്പോൾ ഇത് അടുത്ത് തന്നെ ഉള്ളതല്ലേ, പെട്ടെന്ന് തന്നെ പോയി വരാമല്ലോ കരുതിയിട്ട് പോവാണ്. ഈ മാളിൻ്റെ പേര് ദോഹ ഫെസ്റ്റിവൽ സിറ്റി എന്നാട്ടോ, DFC എന്നും പറയും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പാർക്കിങ്ങിലെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നല്ലോണം വൈകിയതുകൊണ്ട് തന്നെ പാർക്കിങ്ങിലൊക്കെ സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചെക്കന്മാർ ഉപ്പച്ചിൻ്റെ കയ്യും പിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി മേലോട്ട് പോവുക കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഈ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കളിക്കാൻ. വലിയ ആൾക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു അതിൽ കയറാൻ. ഇപ്പോൾ പിന്നെ ഓൻ തന്നെ ഒറ്റയ്ക്ക് കയറലോടും തുടങ്ങി. രാത്രി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്നതൊക്കെ മാളിൻ്റെ ഉൾഭാഗം കേട്ടോ. കൂടുതലും അറബ്സിനൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അറബ്സിനെ അതുപോലെ പല നാഷണാലിറ്റീസിലുള്ളവരൊക്കെ ഈ മാള് അങ്ങനത്തെ 1-2 മാളുകളിലാണ് കൂടുതലായിട്ടും ഇവിടുത്തെ ഖത്തറീസിനൊക്കെ കാണൽ. ഈ മാളിനോട് ചേർന്ന് തന്നെ ഐക്യ ഉണ്ട് കേട്ടോ. ഐക്യൻ്റെ എൻട്രൻസ് ആണിത്. അപ്പോൾ നമ്മളവിടെ നല്ലൊരു ഐസ്ക്രീം കിട്ടും, അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മക്കൾ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടുത്തെ ഐസ്ക്രീം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കലുണ്ട്. അപ്പോൾ മക്കൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അപ്പച്ചി ഞങ്ങൾക്കുള്ള ഐസ്ക്രീമായിട്ടൊക്കെ വന്ന് നല്ല ടേസ്റ്റാണിത്. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ തിന്ന് അവിടുന്ന് ഞങ്ങൾ മക്കളായിട്ട് വെറുതെ ഇങ്ങനെ ചുറ്റോറൊക്കെ ഒന്ന് നടക്കാമെന്ന് കരുതി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ മാളുകളെ ഉള്ളിലൊക്കെ പോയിരിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ. ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന മാതിരിയാണ് അവിടെ ഇരിക്കുമ്പോൾ. എപ്പോഴും ഈ ശാന്തമായ പാർക്ക് അവിടെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ കുറച്ച് ആളുകളും ഇതൊക്കെ ഉള്ളിടത്ത് പോയിരിക്കാനാണ് ഇഷ്ടം. കാരണം വീട്ടിൽ തന്നെ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചൊന്ന് ഇങ്ങനെയുള്ളൊക്കെ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മാളുകളിൽ, ഈ ഗൾഫിലൊക്കെ ഉള്ള മാളുകളിലൊക്കെ കയറുമ്പോൾ നല്ല ഊതിൻ്റെയും നല്ല പെർഫ്യൂമിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുമാണ്. പിന്നെ കൂടുതൽ സമയം കാക്കു രാത്രി വന്നതിൻ്റെ ശേഷം നമ്മൾ പുറത്ത് പോകില്ല. അപ്പോൾ ഈ രാത്രിയൊക്കെ പാർക്കിലൊക്കെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കുറവായിരിക്കും, ഡിം ലൈറ്റ് ആവും. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഈ മാളിലൊക്കെ ഉള്ള പോലെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനിങ്ങനെ വെറുതെയെങ്കിലും അവിടെ ഓരോ ഷോപ്സിലും ഡിസ്പ്ലേക്ക് വെച്ച ഐറ്റംസും അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ വിദേശികളൊക്കെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് പാർക്കിങ്ങിൽ വണ്ടി എവിടെ നിർത്തിയെന്ന് മറന്നു പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മറക്കണ്ടെന്ന് കരുതി വണ്ടി നിർത്തിയ സ്ഥലമൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ പോകുന്നത്. മക്കൾക്ക് മാള് പോണതിനേക്കാളും പാർക്ക് പോകണം കേട്ടോ ഇഷ്ടം. അപ്പോൾ പാർക്കൊക്കെ പോവാൻ എൻ്റെ മോനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഞങ്ങളെ റൂമിൻ്റെ ഒക്കെ ആ ഏരിയയിൽ തന്നെ ഉള്ള ഒരു പാർക്കുണ്ട്, അവിടെ ഒന്ന് പോകാമെന്ന് കരുതി. ഇതുപോലെ തന്നെ രാത്രി ആയതുകൊണ്ട് അവിടെ നല്ല തിരക്ക് കുറവായിരുന്നു, വർക്കിംഗ് ഡേയും ആണ്. നടക്കാനും വർക്കൗട്ടിനൊക്കെ വന്നിട്ടുള്ള കുറച്ച് ആളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഗറാഫ പാർക്കാണ് കേട്ടോ. ഇത് AC പാർക്കാണ്. ഇവിടുത്തെ സമ്മർ സീസണിലൊക്കെ നടക്കുമ്പോൾ ചൂടില്ലാതിരിക്കാൻ വേണ്ടി ഈ കാണുന്ന ഭാഗത്തൂടെ ഒക്കെ നടക്കുമ്പോൾ നല്ല കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊരു നല്ലൊരു അടിപൊളി പാർക്കാണ്. ഈ കാണുന്ന അവിടെ 1-2 കുട്ടികളുണ്ടായിരുന്നു. കുറച്ച് ഫാമിലീസ് അവിടെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ഞങ്ങളെ മക്കളും കൂടിയൊക്കെ അവിടെയുള്ള പ്ലേ ഏരിയയിലൊക്കെ കളിച്ച് കുറച്ച് സമയമൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് രാത്രി നല്ലോണം വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.